അതേ പ്രിയരെ, ചിലർ നമ്മെ മറന്നത് ദൈവം നമ്മെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. ചില അവഗണനകൾ ദൈവിക പരിഗണനകളാണ്. ചിലർ നമ്മെ ഒറ്റപ്പെടുത്തിയത് ദൈവം നമ്മോട് കൂടെ ചലിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ടു എന്ന് തോന്നലോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല, ഒരു വാക്കുപോലും എന്നോട് സംസാരിക്കാൻ ആരുമില്ല എന്ന് ഭാരത്തോടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ദൂത് കൈമാറാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ ഇന്നലെക്കുറിച്ച് ദൈവം നാഥാൻ പ്രവാചകനോട് പറയുന്ന സന്ദർഭമാണ്. അതിനകത്ത് അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പുൽപ്പുറത്ത് ആടിനെ മേച്ചു കടന്നവനെ ഞാൻ എടുത്തു, ആരുമില്ലാതെ അപ്പനും അമ്മയും പോലും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് നടന്ന ഒരുവനെ ഞാൻ അങ്ങ് എടുക്കും. ഞാൻ അങ്ങ് തിരഞ്ഞെടുത്തു. അവിടം കൊണ്ട് തീർന്നില്ല. അടുത്തൊരു പദമാണ് ശ്രദ്ധേയം. അവിടെ ആ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എടുത്തത് പ്രഭുക്കന്മാരുടെ പേരിൻ്റെ കൂടെ അവൻ്റെ പേര് വലുതാക്കാൻ വേണ്ടിയാണ്. ഈ നിമിഷം ഞാൻ നിങ്ങളെ നോക്കി ഒരു കാര്യം പറയട്ടെ, ആഴമായൊരു ദൂത് ഞാൻ കൈമാറട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെടൽ വന്നത്, നിന്റെ ജീവിതത്തിനകത്ത് വേദന വെളിപ്പെട്ടത്, ആർക്കുമില്ലാത്ത ഭാരം നീ അനുഭവിച്ചത്, ചേർത്ത് നിർത്തേണ്ടവർ പോലും നിന്നെ അവഗണിച്ച് പറഞ്ഞു വിട്ടത്, ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ പേര് വലുതാകാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടി? പ്രഭുക്കന്മാരുടെ പേരിൻ്റെ കൂടെ നിന്റെ പേർ വലുതാക്കി എഴുതുന്ന ഒരു നാളെ വെളിപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒറ്റപ്പെടലിനെ ഓർത്ത്, ഇന്നത്തെ ആകുലതയോർത്ത് ഭാരപ്പെടേണ്ട. വിശ്വസിക്കുക, ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും.